കൊന്നിച്ചിവ. ഞാൻ ഉണ്ടാക്കിയിട്ട് പാളിപ്പോയൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിച്ചു തരാൻ പോണത്. ഇന്ന് കാലത്ത് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. ഗാർലിക് ചിക്കൻ. ഇതുണ്ടാക്കാനുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും എന്റേൽ ഉണ്ടായിരുന്നു. പക്ഷെ കോൺഫ്ലോർ മാത്രം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് കുഴപ്പമുണ്ടാവില്ല. ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയാണ് ഞാനിത് ചെയ്യാന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പൊ ചിക്കനിക്ക് ഗാർലിക്കും ജിഞ്ചറും സോയാ സോസും അതുപോലെ തന്നെ ഒരു മുട്ട, പെപ്പർ, ഉപ്പ് ഇത്രയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ തന്നെയാണ് കോൺഫ്ലവറും ആഡ് ചെയ്യേണ്ടത്. അത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ജപ്പാനിൽ നമ്മൾ ചെറിയ റൂമുകളിലാണ് താമസിക്കണേന്നുണ്ടെങ്കിൽ ഇങ്ങനെ എക്സ്ഹോസ്റ്റ് ഉണ്ടാവും ട്ടോ. അപ്പൊ അതൊക്കെ ഓൺ ചെയ്തിടണം. അല്ലെങ്കിൽ റൂമിൽ ഫുള്ള് സ്മെല്ലായിരിക്കും. അങ്ങനെ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ചിക്കനും ദാ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ട്ടോ. അങ്ങനെ ഒരു 10 മിനിറ്റ് വെക്കുമ്പോഴേക്കും ദാ ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത് ട്ടോ. അപ്പൊ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ആ സെയിം പാനിലേക്ക് ഓയിൽ ഒഴിച്ച് അതിൽ സവാളയും അതുപോലെ തന്നെ ഗാർലിക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ചില്ലി സോസ്, സോയ സോസ്, പെപ്പർ പൊടി ഇത് മൂന്നും ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് വേണം നമ്മൾ ഈ മിക്സിയിലേക്ക് ഈ ചിക്കൻ ഇടാൻ വേണ്ടിയിട്ട് ട്ടോ. അത് കഴിഞ്ഞ് ഒന്നും കൂടി മിക്സ് ആക്കിയാ സാധനം റെഡി ആയിന്നാണ് പറയണേ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ട്ടോ. ഒരു എരിവും മുളകും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു നമ്മുടെ വേപ്പിലയും പച്ചമുളകും പിന്നെ ടൊമാറ്റോന്റെ ജ്യൂസും കുറച്ച് മുളക് പൊടിയും ആഡ് ചെയ്തു ട്ടോ. എന്നിട്ട് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. 1/2 കിലോ ചിക്കൻ വേസ്റ്റ് ആയി പോയിന്നായിരുന്നു ട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ. ടേക്ക് കെയർ. ജമദ.